ഈ പെണ്ണ് കഷ്ടപ്പെട്ട് കുഞ്ഞു മീനുകളെ പിടിക്കുവാണ്. എന്നാൽ അതിനെ കഴിക്കുന്നതിന് പകരം അരച്ച് കടലിലേക്ക് എറിയാണ്. എന്നിട്ട് കൂർപ്പിച്ച ഒരു വടിയെടുത്ത് കൊണ്ടുവന്ന് ആ കുഞ്ഞു മീനുകളെ തിന്നാൻ വരുന്ന വലിയ മീനുകളെ പിടിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുവാണ്. അങ്ങനെ കഷ്ടപ്പാടിനൊടുവിൽ അവൾക്കൊരു വലിയ മീനിനെ തന്നെ കിട്ടി. എന്നാൽ ആ വലിയ മീനിനെങ്കിലും അവൾ കഴിക്കുമെന്ന് വിചാരിച്ചാൽ അതുമില്ല. രാത്രിയായപ്പോൾ അവൾ ആ മീനിനെ കെട്ടിത്തൂക്കി ഒരു ഭാഗത്ത് ഒളിച്ചിരിക്കുവാണ്. കാരണം ആ ഐലൻഡിൽ ഒരു ഭയാനകരമായ ജന്തു ജീവിക്കുന്നുണ്ടായിരുന്നു. അതെന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അവൾ ഇങ്ങനെ ചെയ്തത്. കുറെ നേരം ആ മീനിനെ നോക്കി കണ്ണു നട്ടിയിരുന്ന് അവസാനം അവൾ ഉറങ്ങിപ്പോവാണ്. കണ്ണ് തുറന്നു നോക്കിയപ്പോ ആ വലിയ മീനാണെങ്കിൽ അവിടെ ഇല്ലായിരുന്നു. ഇത് കണ്ടതും ആ ഭയാനകരമായ ജീവി അവിടെ ഉണ്ടെന്ന് അവൾ ഉറപ്പിച്ചു. പിറ്റേ ദിവസം രാവിലെ തന്നെ അവളുടെ സഹയാത്രികന്റെ ബോഡി അവൾ അവിടെ കുഴിച്ചിടുവാണ്. എന്നിട്ട് ബാക്കിയുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം എടുത്ത് ഒരു സ്യൂട്ട് കേസിലാക്കി അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കുവാണ്. കുറച്ചു നേരം പരിശ്രമിച്ച് ആ ശ്രമം നടക്കില്ലെന്ന് കണ്ടപ്പോ അവൾ അതിൽ നിന്ന് പിന്മാറി. അവിടെ നിന്ന് സ്വയം രക്ഷപ്പെടാനായി സാധിക്കില്ലെന്ന് മനസ്സിലാക്കി അവൾ അവിടെ സർവൈവ് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കുവാണ്. അങ്ങനെ അവൾ അവിടെ ഒരു പൊള്ളയായ മരക്കുറ്റി കണ്ടുപിടിക്കുവാണ്. രാത്രിയായപ്പോൾ ആ ജീവിൽ നിന്ന് രക്ഷപ്പെടാൻ അവൾ ആ മരക്കുറ്റിക്കുള്ളിൽ കയറി ഒളിച്ചു. എന്നാൽ പെട്ടെന്ന് അവൾ ഉണ്ടായിരുന്ന മരക്കുറ്റി വല്ലാടങ്ങ് കുലുങ്ങുവാണ്. പിന്നീട് എങ്ങനെയൊക്കെയോ അവൾ ആ രാത്രി അതിനുള്ളിൽ കഴിച്ചു കൂട്ടുവാണ്. പിറ്റേ ദിവസം രാവിലെ കണ്ണു തുറന്നു നോക്കിയാൽ അവൾ ഉണ്ടായിരുന്ന മരക്കുറ്റി പൊളിഞ്ഞു കിടക്കുവാണ്. ഇനി അവൾക്കായി ഒരു പുതിയ സ്ഥലം കണ്ടുപിടിക്കേണ്ടതുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കടലിൽ ഒരു ബോഡി പൊന്തി വരുന്നത് കണ്ടത്. എന്നാൽ ആ ബോഡിയുടെ പകുതി മാത്രമായിരുന്നു അവൾക്ക് കിട്ടിയിരുന്നത്. അവളാണെങ്കിൽ മീനിനെ ചെയ്തതുപോലെ ആ ബോഡി എടുത്ത് മരത്തിൽ കെട്ടിത്തൂക്കിയിടുവാണ്. എന്നിട്ട് രാത്രി ഒളിച്ചിരിക്കുവാണ്. അന്ന് രാത്രി കണക്ക് തെറ്റിയില്ല, അവൾ ആ ജീവിയെ കാണുവാണ്. അതോടുകൂടി അവൾ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുവാണ്. ഒന്ന്, ആ ജീവി രാത്രി മാത്രമേ വരുള്ളൂ. രണ്ട്, അത് വെള്ളത്തിലായിരുന്നു താമസിച്ചിരുന്നത്. ആ ജീവിക്കാണെങ്കിൽ മരത്തിൽ കയറാനും കഴിയില്ല. ഇത് മനസ്സിലാക്കിയ അവൾ നല്ല ഹൈറ്റിൽ മരത്തിൽ ഒരു തൊട്ടിൽ കെട്ടുവാണ്. എല്ലാ ദിവസവും വൈകുന്നേരമാവുമ്പോൾ അവൾ ആ തൊട്ടിലിൽ കയറി കിടക്കും. അങ്ങനെ അവൾക്ക് കുറച്ചെങ്കിലും സമാധാനം കിട്ടി തുടങ്ങി. എന്നാൽ അവൾ അറിയാത്ത ഒരു കാര്യമുണ്ടായിരുന്നു. ആ ജീവിക്ക് നല്ല സ്മെല്ലിംഗ് സെൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസമാണെങ്കിൽ ആ ജീവി അവളെ പിടിക്കാൻ നോക്കുവാണ്. അപ്പോ എന്റെ എല്ലാ നല്ലവരായ സുഹൃത്തുക്കൾക്കും ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഈ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കല്ലേ. ഇതുപോലുള്ള കഥകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.